31 അധ്യായം അതിന്റെ 27 നമ്മൾ വായിക്കുമ്പോൾ അവിടെയും കാണാൻ കഴിയും. ഹല്ലേലൂയ. എഴുത്തരങ്ങൾ വായിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വചനം. ഇങ്ങനെ ദൈവം അവന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചിട്ട് ആണ് പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. കേട്ടോ, അവിടെ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ആദാമിനെ ഹവ്വയെ ഉണ്ടാക്കിയിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്റെ മേലും ആകാശത്തിലെ പറവജാതിയുടെ മേലും സകല ഭൂജല ജന്തുവിന്മേലും വാഴുവീൻ എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, ദൈവം അവിടെ ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ ഇതാ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ എന്ത് ചെയ്തു? ദൈവം അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം അവസാന ഭാഗത്ത് പോകുമ്പോൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ യേശു അനുഗ്രഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ശപിക്കുന്നവനല്ല, നമ്മുടെ ദൈവം കീറിക്കളയുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം കൊല്ലുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതാണ് ആൾക്കാർക്ക് യേശുവിന് പേടിയില്ലാത്ത. ഹല്ലേലൂയ. നമ്മൾ ഹിന്ദുക്കളായ ആൾക്കാർ നോക്കിയാൽ കാണാൻ കഴിയും, ഞങ്ങൾക്ക് ജീവിതത്തിലൊക്കെ അനുഭവം ഉള്ളതാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവത്തിന് എല്ലാ ചൊവ്വയും വെള്ളിയൊക്കെ പൂജ നടത്തിയില്ലെങ്കിൽ അന്ന് പിന്നെ ഒരു ദിവസം മുടങ്ങി അന്ന് രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരാതെ എത്ര മുടങ്ങിയിട്ടുണ്ട്? ദൈവം ഒന്ന് ഇറങ്ങി നടിക്കാനും ചെയ്തോ? ഇല്ല. ഹല്ലേലൂയ. പക്ഷേ ഈ ഹൈന്ദവ പ്രത്യേക ഒരു ചൊവ്വയും വെള്ളിയും പൂജ നടത്തിയില്ലെങ്കിൽ, അവിടെ ക്ഷേത്രം തുറന്നില്ലെങ്കിൽ അന്ന് പൂജാരിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവനെന്ത് പൊക്കി കിടക്കുന്ന കട്ടിലൂടെ പൊക്കിയെടുത്ത് തറയെ കൊണ്ട് അടിക്കും. ഹല്ലേലൂയ. എന്റെ അപ്പൂപ്പൻ അങ്ങനെ ധാരാളം അനുഭവമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അവർ പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ചൊവ്വയും വെള്ളിയും മുടക്കത്തില്ല. എങ്ങനെയെങ്കിലും ആരെ കടം മറിച്ചാണെങ്കിലും നട തുറക്കും, പൂജ നടത്തും. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അന്ന് രാത്രി കിടന്ന് ഉറങ്ങത്തില്ല. ഹല്ലേലൂയ. ഇതാണ് ആ ലോകപരമായുള്ള ദൈവങ്ങളുടെ പ്രത്യേകത. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, നമ്മുടെ ദൈവം അടിക്കുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം കീറുന്ന ദൈവമല്ല, കൊല്ലുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മുടെ യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇതേപോലെ ഈ പൂജയൊക്കെ നടത്തി അവിടുത്തെ ഈ സാത്താന്മാര് പല കുടുംബങ്ങളെ തകർത്ത സംഭവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇടയ്ക്ക് ഒരു ദൈവദാസൻ വന്ന് പറയാണ്, ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു, കൊച്ചൻ മരിച്ചു, ആന്റി മരിച്ചു. ആ വീടിന്റെ അകത്ത് അടുത്തടുത്ത് 4 മരണങ്ങൾ സംഭവിച്ചു. 4 മരണങ്ങൾ. ഹല്ലേലൂയ. കാരണം എന്താണ്? അവിടെ ക്ഷേത്രത്തിൽ പൂജ മുടക്കിയത് കാരണം. ഹല്ലേലൂയ. അടുത്തടുത്ത് 4 മരണങ്ങൾ സംഭവിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവം കൊല്ലുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. നമ്മുടെ യേശു സ്നേഹനിധി ആയതുകൊണ്ടാണ് നമ്മളെ ഇന്ന് ധൈര്യത്തോടെ ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ ഇറങ്ങി വന്ന് അടിക്കുന്ന ദൈവമായി നമ്മൾ നിൽക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മുടെ യേശു പഴയ നിയമം പഠിക്കുമ്പോൾ പലരെയും കൊന്നു കളഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ ആരും തന്നെ രക്ഷപ്പെട്ടില്ല. പക്ഷേ നമ്മുടെ യേശു ആരാണ്? അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ആദാമിനെ ഹവ്വയെയും അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. ഹല്ലേലൂയ. ഒന്ന് പറ, സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. അതാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ അനുഗ്രഹം. ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. അടുത്തോടെ നിങ്ങൾ ഭൂമി മുഴുവൻ എന്ത് ചെയ്യണം? നിറയണം. ഭൂമി മുഴുവൻ നിറയണം. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അതിനെ അടക്കി ഭരിച്ചു വാഴും. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ വാഴാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മൾ തളർന്നു കിടക്കാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ഈ ഭൂമിയിൽ വാഴാൻ വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവത്തിന്റെ വിളി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവം ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മൾ വാഴാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. വീഴാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ തളർന്നു കിടക്കാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ദേശത്തെ സകലത്തെ അടക്കി ഭരിച്ച് വാഴാൻ വേണ്ടിയാണ്.
മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമ്മളെ ഈ ഉച്ചകളുടെ ദേശത്ത് നിങ്ങളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ദേശത്തെ അടക്കി ഭരിച്ച് വാഴാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിന്റെ കാവൽക്കാരായിട്ടാണ് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. ഈ ദേശത്ത് നിങ്ങളെ ദൈവത്തിന്റെ വേലക്കാരെ ദൈവം മാറ്റി ഇങ്ങനെ പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങളാണ് ദേശത്തിന്റെ കാവൽക്കാർ. ഇപ്പൊ നിങ്ങളാണ് ഈ ദേശത്തിന്റെ കാവൽക്കാർ. ഈ ദേശത്ത് നിങ്ങൾ പറയുമ്പോൾ എല്ലാം സംഭവിക്കും. നിങ്ങളാണ് ദേശത്തെ അടക്കി ഭരിച്ചു വാഴേണ്ടത്. ഇപ്പൊ പൊഴിയിൽ നിന്ന് ഞാൻ പറയാം, പൊഴിയിൽ നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? അടക്കി ഭരിച്ചു വാഴേണ്ടത്. പാറശാല പറയാം, നിങ്ങളാണ് പാറശാലയിൽ അടക്കി ഭരിച്ചു വാഴേണ്ടത്. അല്ലാതെ പൈശാചിക ശക്തിയല്ല, മുക്കിലും മൂലയിൽ ഇരിക്കുന്ന പൈശാചിക സ്വാധീനങ്ങളല്ല ദേശങ്ങളെ അടക്കി ഭരിച്ചു വാഴേണ്ടത്. ഞാൻ നിങ്ങളുമാണ് ദേശങ്ങളെ വാഴേണ്ടത്. ഈ ദേശത്തെ ഭരിക്കേണ്ടത് ഞാൻ നിങ്ങളുമാണ്. എന്റെ പേര് നിങ്ങളുടെ പേരുമാണ് ദൈവത്തിന്റെ അധികാരത്തെ പകർന്നിരിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹത്തെ എന്റെ പേരും നിങ്ങളുടെ പേരുമാണ് ദൈവം പകർന്നിരിക്കുന്നത്. അല്ലാതെ പൈശാചിക സ്വാധീനങ്ങളല്ല. അവിടെ എവിടെ ഇരുന്ന് മുക്കിലും മൂലയിൽ നിന്ന് വാഴുന്ന ഒരു പൈശാചിക സ്വാധീനങ്ങളല്ല ദേശത്തെ ഭരിക്കേണ്ടത്. ഞാൻ നിങ്ങളുമാണ് ദേശത്തെ ഭരിക്കുന്നത്. കാരണം നമ്മുടെ ദൈവമാണ് രാജാതി രാജാവായി, നമ്മുടെ ദൈവമാണ് കർത്താതി കർത്താവായി ഭരണം നടത്തുന്നത്. അല്ലാതെ പൈശാചിക ശക്തികളല്ല. ഇന്ന് മകളിക്കാർ തിരിച്ചറിയണ നമ്മുടെ ദേശത്ത് വാഴേണ്ടത് ഞാനാണ്. മനസ്സിലാവുന്നു? നമ്മളാണ് നമ്മുടെ ദേശത്തെ വാഴേണ്ടത്. നിങ്ങളുടെ ദേശത്ത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിയെ പോകുമ്പോൾ ആര് പറയും, ഞാൻ അടുത്ത് വരുമ്പോടെ കാണാം. ഞാൻ അടുത്തോടെ വരുമ്പോ നിങ്ങളെ കണ്ടുപോലെ എന്ത് പറയണം. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് കാണണം. ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങും. ഒരു പൈശാചിക സ്വാധീനങ്ങൾ നിങ്ങൾ ഇവിടെ കാണും. ആന ഇറങ്ങി അടിച്ചില്ല, ഓടിച്ചിറങ്ങും. അറിയില്ല, സംഭവം അറിയില്ലേ? അറിയോ? പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആനന്ദി എല്ലാത്തിനും അടിച്ചോട്ടിക്കും. ഇവിടെ ഒരു പരിപാടി ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഓട്ടിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിങ്ങള് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സംഭവങ്ങൾ നമ്മളെന്ത് ചെയ്യും? ചുറ്റിക്കറങ്ങി വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ പറയും, ഇത് ഇവിടെ നടക്കാൻ പറ്റൂല. ഇത് സംഭവം നടക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ഏരിയയാണ്. ഇവിടെ ഈ ഏരിയയില് ഒരു മന്ത്രവാദം, ഒരു മണിയടിയോ, ഒരു കിരിക്കവിടെ കേൾക്കാൻ പാടില്ല. നിങ്ങൾ എത്ര പേരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞു, ഞങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒരു പിശാചിന് മണിയടിയോ കിരിക്ക ഇവിടെ കേൾക്കാൻ പാടില്ല. ഞങ്ങൾ അതിലേ പോകുമ്പോഴൊക്കെ ഞാൻ തുടങ്ങാൻ അതിലേ പോകുമ്പോ ഞാൻ പറയുന്നത് ഇത് ഇവിടെ നടക്കരുത്, സംഭവം ഇവിടെ നടക്കരുത്. അങ്ങനെ പോയിട്ട് ഓരോ വൈകുന്നേരം വരുമ്പോഴാണ് ഒരു പോലീസ് നിരത്തി കിടപ്പുണ്ട്. ഞങ്ങളെ ഇവിടെ പ്രസംഗിക്കാൻ വന്നൊരു ദൈവദാസനം ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്നു പുള്ളിക്കാരനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ ചെത്തപ്പെടുന്ന ഇവിടെ ഞങ്ങളുടെ ഏരിയ നിൽക്കുന്നത്. നിങ്ങളറിഞ്ഞോ? അവിടെ ആന ഇറങ്ങി എല്ലാം അടിച്ചോട്ടിച്ചു. അത് പുള്ളിക്കാരൻ പറഞ്ഞാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ഞാനത് അറിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു പിശാചും നമ്മളെ ഏരിയ തലമുക്കാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ, ഈ വിവര ഉത്സവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഏരിയയിൽ പല ആക്സിഡന്റുകൾ നടക്കാറുണ്ട്. ആക്സിഡന്റുകൾ, രക്തച്ചൊരിച്ചിൽ. ഇതിന്റെ പിന്നിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആക്സിഡന്റുകൾ നടക്കും. രക്തച്ചൊരി. ഇതിന്റെ പിന്നിൽ ഇവരൊക്കെ കോഴി ഇറങ്ങുന്നതിനൊക്കെ ബ്ലഡ് ഒഴിക്കുന്ന സംഭവം ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. ഇതൊക്കെ നടക്കുമ്പോൾ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാവും. ഇത് ഈ ഉത്സവം കഴിഞ്ഞ് ചില അങ്ങോട്ട് പിന്നെ തുടർച്ചയായിട്ട് പല ദുർമരണങ്ങളും ആക്സിഡന്റുകളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് കാണാൻ കഴിയും. പക്ഷെ നിങ്ങൾ ഇതിലേക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കണം. പറയണം, ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഇങ്ങനത്തെ ഒരു പിശാചിന്റെ മണിയടിയോ കിലുക്കമോ ഒന്നും കേൾക്കാൻ പാടില്ല. ഇതിന് മേലായി സംഭവിക്കും. അങ്ങനെ തന്റെ ഇടത്തോടെ നിങ്ങൾ പറയാൻ തുടങ്ങിയ
തന്റെ അടുത്ത് പറയാൻ തുടങ്ങിയ ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയാം, ഒരു പിശാചിന് ദേശത്ത് ഭരിക്കത്തില്ല. ഹല്ലേലൂയ. പിന്നെയോ നിങ്ങൾ ദേശത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യും? ദേശത്തെ ഭരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പറയും പോലെ നിങ്ങളുടെ ദേശത്ത് നടക്കും. നിങ്ങൾ പറയും പോലെ നിങ്ങളുടെ ദേശത്ത് നടക്കും. നിങ്ങൾ പറയുന്നത് ദേശം നടക്കുന്നില്ല. ഹല്ലേലൂയ. ഈ പൈശാചിക സ്വാധീനങ്ങളാണ് ചെറുപ്പക്കാരെ സ്വാധീനിച്ച് മദ്യപാനത്തിന്, മയക്കുമരുന്നിന്, വ്യഭിചാരത്തിന് അടിമയാക്കി അവരെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ പൈശാചിക സ്വാധീനങ്ങളാണ് കൊലപാതകത്തിന്റെ പിന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ നടക്കുന്ന പല പല കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാലും അതിന്റെ പിന്നിൽ പൈശാചിക സ്വാധീനങ്ങളുണ്ട്. ഹല്ലേലൂയ. പല ചെറുപ്പക്കാര് ഇന്ന് അപ്പനെ അമ്മയെ സഹോദരങ്ങളെ വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, പൈശാചികം. നിങ്ങൾ ടി വി ന്യൂസിലെ കേട്ടയാണ്, നന്ദന്തോട് ഒരു ചെറുപ്പക്കാരൻ, അവന്റെ അപ്പ പ്രൊഫസർ, അവൻ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വിട്ടു. ഹല്ലേലൂയ. പക്ഷെ അവിടെ പഠിക്കാതെ കഞ്ചാവ് അടിച്ച് വീട്ടിൽ വന്നു. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? അവന്റെ അപ്പൻ വഴക്ക് പറഞ്ഞു, അവന്റെ അമ്മയൊക്കെ വഴക്ക് പറഞ്ഞു, നിന്നെ പഠിക്കാൻ ഓസ്ട്രേലിയ വിട്ട് ലക്ഷ്യങ്ങൾ ചിലാക്കി, പക്ഷെ നീ അവിടെ പോയി കഞ്ചാവ് അടിച്ചെടുത്ത് വീട്ടിൽ വന്നു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ വന്നു. അവരുടെ അപ്പനമ്മയെ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ ഒരു വൈരാഗ്യം മുത്തു. ഹല്ലേലൂയ. വൈരാഗ്യം മുത്തിട്ട് ആദ്യ അപ്പനെ അവന്റെ മുറിയിലോട്ട്, മുകളത്തെ നിലയിലാണ് അവന്റെ താമസം. മുകളത്തെ നില. അപ്പൊ ഞാനൊരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ അപ്പം മാത്രം ഉണ്ടായിരുന്ന സമയം നോക്കി അപ്പനെ മോളിൽ കൊണ്ടുപോയിട്ട് അവനെല്ലാം പ്രാക്ടീസ് ചെയ്ത് വലിയ കോടാലി കൊണ്ട് കഴുത്തിൽ വെട്ടി, അവരെ കൊണ്ട് കസേര കൊണ്ട് ഇരുന്നിട്ട് പുറകിൽ നിന്ന് കഴുത്തിനെ വെട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് ചാക്കി കെട്ടി മറച്ചു വെച്ചു. അടുത്ത അമ്മ വന്നു. അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ വരെ ഞാനൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാന്ന് പറഞ്ഞു. അവിടുത്തെ അമ്മയും കൊണ്ട് കസേര എടുത്തിട്ട് അമ്മയും കെട്ടി. ഹല്ലേലൂയ. അടുത്ത അവന് ഒരേ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അനിയത്തിയെ എന്ത് ചെയ്തു? ഇതുപോലെ വിളിച്ചിരുന്നു, ഞാൻ സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം, ഞാൻ കണ്ടുപിടുത്തം നടത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവളെ കൊണ്ട് കസേര കൊണ്ടിരുത്തി ഫ്രണ്ടിൽ ടി വി ഓണാക്കി വെച്ചിട്ട് അവളെ നോക്കുന്നതിനിടെ ബേക്കിൽ കൂടെ വന്ന് അവളെ കോടാലി കൊണ്ട് കഴുത്തിന് വെട്ടി. 3 പേരെയും വെട്ടി. ഹല്ലേലൂയ. അവന്റെ ഒരു ആന്റി കൂടെ ഉണ്ട്, പപ്പയുടെ സഹോദരി. അവരുടെ കണ്ണിന് കാഴ്ച കുറവാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, നിന്റെ അമ്മയുടെ മകനെയുടെ നിന്റെ അനിയത്തിയോട് ചോദിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. 2 ദിവസം ചോദിച്ചിട്ട് അവർ വിട്ടില്ല. അവർക്കൊന്ന് സംശയം തോന്നി. അങ്ങനെ അവർക്ക് സംശയം തോന്നിയത് മനസ്സിലാക്കിയപ്പോൾ അവരെ എന്ത് ചെയ്തു? അവൻ വെട്ടിക്കൊന്നു. 4 പേരെ വെട്ടിക്കൊന്നു. ഹല്ലേലൂയ. പോലീസിനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറയുന്ന മറുപടി, എന്റെ മേൽ പൈശാചിക ശക്തി കയറിയിട്ട് എന്റെ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു പൈശാചിക ശക്തി എന്റെ മേൽ കയറിയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഈ ശക്തി എന്റെ മേൽ വന്ന് കയറുമ്പോൾ ഞാനൊരു മാനസിക രോഗിയെ പോലെ ആകുന്നു. ഹല്ലേലൂയ. ആ പൈശാചിക ശക്തി എന്റെ മേൽ കയറിയിട്ടാണ് ഞാൻ ഈ കഞ്ചാവല്ല ഉപയോഗിച്ചത്, ഇത് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത്. ഹല്ലേലൂയ. അവന് പല ആശുപത്രി കൊണ്ട് കാണിച്ചിട്ട് അവന് ഒരു കുറവും വന്നില്ല. ഹല്ലേലൂയ. ഇതേപോലെ ഞാൻ പറയാം, നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മുടെ ദേശത്ത് ഇങ്ങനെ അവിടെ ഇവിടെ കുക്കിലും മുകളിൽ കുടിയിരുന്ന ചില പൈശാചിക ശക്തികൾ നമ്മുടെ തലമുറകളെ തകർക്കും. ഹല്ലേലൂയ. യൗവനക്കാരെ മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമയാക്കി അവരെ കൊലപാതകങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതേപോലെ വെള്ളവെളിയുടെ സംഭവം. ഹല്ലേലൂയ. ആ ചെറുപ്പക്കാരൻ ഇതുപോലെ തന്നെ അവന്റെ അപ്പനെ വെട്ടി. പക്ഷേ അവന്റെ അമ്മ പെന്തക്കോസ്തിൽ പോകുന്ന ഒരു ആന്റിയുമായിട്ട് അവർ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അവസാനം റൂം തുറന്ന് നോക്കുമ്പോൾ ഒരു സാത്താനെ സേവിക്കുന്ന വ്യക്തിയായിരുന്നു ആ ചെറുപ്പക്കാരൻ. ഹല്ലേലൂയ. ആ പൈശാചിക ശക്തി ഇവന്റെ പേര് വന്നിട്ട് പറയും, അപ്പനെ കൊല്ല, അമ്മയെ കൊല്ല, സഹോദരനെ കൊല്ലാൻ വേണ്ടി, എല്ലാവരെ കൊല്ലാൻ വേണ്ടി അവിടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഭാഗ്യത്തിന് അമ്മയും അവന്റെ അനിയത്തിയും രക്ഷപ്പെട്ടു, അപ്പൻ മാത്രം കൊന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ദേശത്തെ അടക്കി ഭരിച്ചു വാഴാൻ ദൈവം നമുക്കാണ് അധികാരം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ അധികാരം നമ്മുടെ കയ്യിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം കിടക്കുന്നത് നമ്മുടെ മേലാണ്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, നീ ദേശത്തെ അടക്കി ഭരിച്ചു നീ വാഴ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മുടെ നാവുകളെ തുറക്കണം, വായ തുറക്കണം. വീട്ടിന്റെ അകത്ത് ഉറച്ചു പറയണം, യേശുവിന്റെ നാമത്തിൽ എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറട്ടെ, കടമരങ്ങൾ മാറട്ടെ. മക്കളെ നോക്കി പറയണം, എന്റെ മക്കളുടെ മേൽ അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ. അവൻ കിടന്ന് ഉറങ്ങുമ്പോൾ, കള്ളു കുടിക്കുന്ന മകനാണെങ്കിൽ ഭർത്താവാണെങ്കിൽ അവൻ കിടന്ന് ഉറങ്ങുമ്പോൾ അവന്റെ അടുക്കൽ പോയിട്ട് കൽപ്പിക്കണം, യേശുവിന്റെ നാമത്തിൽ മദ്യപാനം മാറിപ്പോട്ടെ. ഭർത്താവ് ഉറങ്ങുമ്പോൾ കൽപ്പിക്കണം, യേശുവിന്റെ നാമത്തിൽ എന്റെ ഭർത്താവിന്റെ മേലെ മദ്യപാന സ്പിരിറ്റ് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ കൽപ്പിക്കാൻ തുടങ്ങി, യേശുവിന്റെ നാമത്തിൽ ഭർത്താവിനെ
വ്യാപരിക്കുന്ന പൈശാചിക സ്വാധീനം വിട്ടുമാറാ. നിങ്ങളുടെ മക്കളുടെ മേൽ വ്യാപരിക്കുന്ന സകല പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറാ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നാവ് തുറന്ന് നിങ്ങൾ അധികാരത്തോടെ കൽപ്പിച്ചാലേ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകത്തുള്ളൂ. മനസ്സിലാകുന്നു? നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. ഇതേപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ മുക്കിലും മൂലയിലും ഒരു പിശാച് തലമുറ നിങ്ങൾ വിടരുത്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. അതിന്റെ അടുത്ത് പോയി പറയണം. നിങ്ങൾ വെള്ളം കൊണ്ടുപോകാം. നിങ്ങൾ ധൈര്യത്തോടെ എന്ത് ചെയ്യണം? വെള്ളം കണ്ട് പ്രാർത്ഥിച്ച് ഒഴിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പിശാചിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, ഞങ്ങളുടെ നാട്ടിൽ ചുറ്റും ക്ഷേത്രങ്ങളാണ്. പക്ഷേ എല്ലാം തകരപ്പെട്ടു. ഞങ്ങളുടെ പണി ഇതാണ്. ഹല്ലേലൂയ. ഈ വചനമൊക്കെ വായിച്ചപ്പോ നിങ്ങൾ രക്തം തിളയ്ക്കാറുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പോയി പറയും, ഞങ്ങളുടെ നാട്ടിൽ ദൈവത്തിന്റെ ആവശ്യത്തിനായി ഞങ്ങൾ മതി. ഇവിടെ ഒരു പിശാചിന്റെ ഒരു മണിയഴി കിരിക്കോ വേണ്ട. അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് തുടങ്ങി 7 മണിയില്ല, വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി രാവിലെ 8 മണി, എപ്പോഴും മണിയഴി കിരിക്കും വേണ്ട വേണമായിരിക്കും. പക്ഷെ നമ്മൾ പറയാൻ തുടങ്ങി, ഈ ദേശത്തിൽ ഞാൻ വാഴിപ്പിച്ച നിന്നെ കൊണ്ട് പറ്റത്തില്ല. നിനക്കൂടെ ഒരു അധികാരമില്ല. നിന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ വെട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങും അതിന്റെ ഫ്രണ്ടിൽ പോയി ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ പറയാൻ തുടങ്ങി, എല്ലാം ഇടിയാൻ തുടങ്ങി. നീ പറയാൻ തുടങ്ങിയ അന്യാരാധന ശക്തികൾ ശൂന്യമാകും. ഹല്ലേലൂയ. പഴയ നിയമം വായിക്കുമ്പോൾ എലീശ എന്ത് ചെയ്തു? സകല ക്ഷേത്രങ്ങളെ ഇടിച്ച് അവിടെ പോയി ദൈവം പറഞ്ഞിട്ട് ഇടിച്ച് ബാത്റൂം കക്കൂസ് എല്ലാം ഇടിച്ച് കക്കൂസ് നടന്നു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ഇതിനൊന്നിനും പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളുടെ പിരിവിൽ വന്ന പിരിവ് കൊടുക്കരുത്. ഹല്ലേലൂയ. ഞാൻ ഇതിനെ വാഗ്ദാനിക്കരുത്. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കണം. നിങ്ങൾ ഇത് എന്റെ ദേശത്ത് വേണ്ട, ഇത് എന്റെ ദേശത്ത് തലപൊക്കിയാണ്. എന്റെ മക്കളുടെ ഭാവി പോകും. ഈ ദേശത്തിലെ ചെറുപ്പക്കാർ തകരപ്പെടും. ദേശത്തിൽ മരണം നടക്കും, ആക്സിഡന്റുകൾ നടക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെല്ലാം ഈ രക്തച്ചൊരിച്ചിലിന്റെ പിശാചുക്കളാണ്. ഹല്ലേലൂയ. ദേശത്ത് ഇത് ചെറുപ്പക്കാരെ കൊന്നുപിടിക്കുക, ചെറുപ്പക്കാരെ പാപത്തിന് അടിമയാക്കുക, ചെറുപ്പക്കാരെ മദ്യപാനത്തിന് മയക്കുമരുന്നിന് അടിമയാക്കുക, അവരെല്ലാം കൊലയാളികളാക്കി മാറ്റുക, എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ക്രൂരന്മാരാക്കി മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കണം. ഇപ്പൊ കൊഴിക്കര ആ പാറയിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പാറയിൽ ചാടി മരിച്ചുകൊണ്ട് ആ ഭാഗത്ത് മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ അതിനെതിരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിച്ച് വെള്ളമൊഴിക്കാൻ തുടങ്ങിയാൽ ഒരു പൈശാചിക സ്വാധീനങ്ങൾ അവിടെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ദേവി പഠനം നോക്ക്, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും. ദൈവം പല സ്ഥലങ്ങളെല്ലാം പ്രാർത്ഥിക്കും. അതിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാം ഓരോന്നായിട്ട് അടച്ചുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇന്ന് പകൽക്കാലം നിങ്ങളാണ് ദേശത്ത് വാഴേണ്ടത്. നിങ്ങളെ വീട്ടിലത് നിങ്ങളാണ് വാഴേണ്ടത്. അല്ലാതെ അയൽവാസിയല്ല നിങ്ങളെ വീട്ടിലെ കാര്യം നോക്കേണ്ടത്. നിങ്ങളുടെ മക്കളെ നിയന്ത്രിക്കുന്നത് നിങ്ങളാണ്, അയൽവാസിയല്ല. ഇത് പല കുടുംബങ്ങളിൽ അപ്പനമ്മയും പറഞ്ഞ മക്കള് കേൾക്കത്തില്ല, അയൽവാസി പറഞ്ഞാല് കേൾക്കത്തുള്ളൂ, കൂട്ടുകാരൻ പറഞ്ഞാല് കേൾക്കത്തില്ല, അപ്പനമ്മയും പറഞ്ഞ് കേൾക്കത്തില്ല. ഹല്ലേലൂയ. അതിന്റെ കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക സ്വാധീനങ്ങളാണ്. ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ അതിനെ ശാസിക്കണം. നിങ്ങൾ അതിനെ അഴിച്ചു വിട്ടോണ്ടിരിക്കരുത്. പ്രാർത്ഥിക്കണം, ശാസിക്കണം. അവന്റെ പിന്നിൽ വ്യാപരിക്കുന്ന കൂട്ടുകെട്ടിന്റെ സ്പിരിറ്റിനെ പൊട്ടിക്കും. പറയണം. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളൊക്കെ പറയണം, മക്കളെ കൂട്ടുകെട്ടിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന സകല പൈശാചിക സ്വാധീനങ്ങളെ ഞാൻ പൊട്ടിക്കും. കാരണം നിങ്ങളെ വീട്ടിന്റെ അകത്ത് വാഴേണ്ടത് നിങ്ങളാണ്, പൈശാചിക സ്വാധീനങ്ങളല്ല. ഹല്ലേലൂയ. നിങ്ങളെ വീട്ടിന്റെ അകത്ത് വാഴേണ്ടത് നിങ്ങളാണ്, അല്ല അയൽവാസിയല്ല. നിങ്ങളുടെ മക്കളുടെ പേര് വാഴേണ്ടത് നിങ്ങളാണ്. കുടുംബത്തിന് തലയിൽ അപ്പനാണ്. ഹല്ലേലൂയ. കുടുംബത്തലയിൽ അമ്മയാണ്. ഹല്ലേലൂയ. നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വാഴേണ്ടത്, ഒരു അയൽവാസിയല്ല, അല്ല നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരല്ല, ഭർത്താവിന്റെ കൂട്ടുകാരല്ല നിങ്ങളുടെ കാര്യം നോക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലെ കൺട്രോൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. നിങ്ങൾ വിട്ടുകൊടുക്കരുത്. വിട്ടാതിരുന്ന പിശാചുകളുടെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് ദൈവാരോടൊക്കെ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിന്റെ അകത്തുള്ള കൺട്രോള് വീട്ടിൽ പുറത്തുള്ള ഒരാളാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പൊട്ടിക്കുന്നു. പറ, എന്റെ ഭർത്താവിന്റെ മേൽ വ്യാപരിക്കുന്ന ആ കൺട്രോളിനെ പൊട്ടിക്കുന്നു. എന്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്ന ആ കൺട്രോളിനെ പൊട്ടിക്കുന്നു. കൂട്ടുകെട്ടിലൂടെ അവരെ തകർത്തുകൊണ്ടിരിക്കുന്ന
വിളിച്ചിരിക്കുന്ന സകല കെട്ടികളെ പൊട്ടിക്കുന്നു. അവൻ മക്കളുടെ പേര് നിങ്ങൾ മക്കൾക്ക് പറയാം. അവന്റെ അപ്പനായ എന്റെ ഭർത്താവ് ഞാൻ പറയുന്നത് കേൾക്കാതെ കൂട്ടിനാടെ കൺട്രോളായിരിക്കുന്ന എല്ലാ കെട്ടുകളെ ഇന്ന് മകൾക്കാരെ പൊട്ടിക്കുന്നു. നിങ്ങളെ ഭർത്താവിനെ നിയന്ത്രിക്കണം നിങ്ങളാണ്, വേറൊരു സ്ത്രീയല്ല. മനസ്സിലാവുന്നു? നിങ്ങളെ ഭർത്താവിനെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ്, ഭാര്യ, വേറെ സ്ത്രീയല്ല. അങ്ങനെ അതൊരു പിശാചാണ്. നിങ്ങൾ പറയണം, യേശുവിന്റെ നാമത്തിൽ എന്റെ ഭർത്താവിന്റെ മേൽ വ്യാപരിക്കുന്ന സകല പൈശാചിക സ്വാധീനങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുന്നു. പറ, യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുന്നു, പൊട്ടിക്കുന്നു, പൊട്ടിക്കുന്നു. പറ, പൊട്ടിക്കുന്നു. തുറന്ന് പറയണം. ഇന്ന് നിങ്ങൾ ഇതൊക്കെ വീട്ടിൽ പോയി പറയണം, വീട്ടിൽ പോയി പറയണം. നിങ്ങളാണ് ദേശത്തിൽ വാഴേണ്ടത്. നിങ്ങളെ വീട്ടിന്റെ അകത്ത് നിങ്ങളാണ് തല, നിങ്ങളാണ് വാഴേണ്ടത്. നിങ്ങളുടെ ദൈവത്തിന്റെ കല ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാണ്, നിങ്ങൾ അനുഗ്രഹമായി മാറാനാണ് എന്റെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഒരു വേറോട് വായിക്കാം, നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം എടുക്കുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം എടുക്കുക. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 വായിക്കുമ്പോൾ യഹോവ അബ്രാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. കേട്ടാ, ദൈവം അതാണ് പറയുകയാണ്, നീ എന്തെങ്കിലും നിന്റെ ചാർച്ചക്കാരെ പിതൃഭവനത്തെല്ലാം വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോണം. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം അബ്രാഹാമിനോട് പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, എന്നിട്ട് നിന്റെ പേരിനെ ഞാൻ വലുതാക്കും. ഹല്ലേലൂയ പറയുന്നുണ്ടോ? നിന്റെ പേരിനെ ഞാൻ നിന്നെ കാണിപ്രദേശത്തേക്ക് പോകാം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെയൊക്കെയും ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരൊക്കെയും ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. എന്താ ദൈവം പറയുന്ന അബ്രാഹാമിനോട്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിന്നോട് പറയാനുള്ള ദൂതാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ പേര് വലുതാക്കും. കരം കൊടുത്തു പറയാം, എന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ പേര് വലുതാക്കും. അടുത്ത് പറ, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വചനം. മനസ്സിലായോ? ഇതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ തലമുറയെ കുറിച്ചുള്ള ദൂതാണ്. നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ച് അവരുടെ പേര് വലുതാക്കും. നിങ്ങളുടെ തലമുറകൾ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം പറയുന്നുണ്ടോ? അബ്രാഹാം ദൈവം പറയുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്നിൽ നിന്ന് വരുന്ന സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. നീ നിമിത്തം ഈ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളെ കുറിച്ചുള്ള ദൂതാണത്. ഹല്ലേലൂയ. തലയിലേക്ക് ചോറ, ഇത് എന്നെ കുറിച്ചുള്ള ദൂതാണ്. എന്നിട്ട് പറ, ഞാൻ അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ദൈവം തന്നെ അനുഗ്രഹിച്ച് എന്റെ പേര് വലുതായിരിക്കും. ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ നിമിത്തം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. കണ്ടോ, ദൈവം പറയുന്നത് നിങ്ങളുടെ തലയിൽ നിങ്ങൾ പറഞ്ഞു, ഞാനൊരു അനുഗ്രഹമായിരിക്കും. പറ, ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച് എന്റെ പേര് വലുതാക്കും. ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ മക്കളൊരു അനുഗ്രഹമാണ്. എന്റെ മക്കളെ അനുഗ്രഹിച്ച് അവിടെ പേര് വലുതാക്കും. ഹല്ലേലൂയ. എന്റെ മക്കളൊരു അനുഗ്രഹമാണ്. എന്റെ ഭർത്താവ് ഒരു അനുഗ്രഹമാണ്. ദൈവം അവരെ അനുഗ്രഹിച്ച് അവരുടെ പേര് വലുതാക്കും. പേര് വലുതാക്കും. ഇതാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ മക്കളെ കുറിച്ച് വരുന്നത്. പക്ഷെ പിശാച് എന്ത് ചെയ്യും? തെറ്റി കൂട്ടുകാരെ കൂടെ എന്ത് ചെയ്യും?
കയറി തെറ്റിച്ചിട്ട് മദ്യപാനത്തെ മയക്കുമരുന്ന് അടിമയ്ക്ക് അവർ കയറി ചീത്ത പേര്. ദൈവത്തിന്റെ പദ്ധതി അവരെ അനുഗ്രഹിച്ച് അവരുടെ പേര് വലുതാക്കണമെന്ന്, അവരവരെ അനുഗ്രഹമാക്കി മാറ്റണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ പിശാചിന്റെ പദ്ധതി എന്താണ്? അവരെ കൂട്ടുകാരിൽ കൂടെ ആരും കൂടെ അകത്ത് കയറി അവരെ കള്ളു കുടിപ്പിച്ച് മോശക്കാരാക്കി അവരുടെ പേര് മോശപ്പേരാക്കി മാറ്റി. ഹല്ലേലൂയ. ഇപ്പൊ ഒരാൾ ചോദിച്ചു, അവന് ഒരു കല്യാണം വന്നു അവന്റെ പേര് പറഞ്ഞാൽ പറയും അവൻ ഭയങ്കര കുടികാരൻ, അവനെ പോലെ കഞ്ചാവ് വേറെ ഇല്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? അവനെ അനുഗ്രഹിച്ച് അവന്റെ പേര് വലുതാക്കി അവനെ ദേശത്തിൽ ഒരു അനുഗ്രഹമാക്കി മാറ്റാനാണ് ദൈവത്തിന്റെ പദ്ധതി. പക്ഷേ കൂട്ടുകാരുടെ വാക്ക് കേട്ട നിമിത്തം ആരുള്ളിൽ കയറി പിശാച്. അപ്പന്റെ അമ്മയുടെ വാക്ക് കേൾക്കുന്നവരെ ആരെ വാക്ക് കേട്ടു? കൂട്ടുകാരുടെ വാക്ക് കേട്ടു. ഹല്ലേലൂയ. അങ്ങനെ വഴിതെറ്റി മാറിപ്പോയി. ഭാര്യയുടെ വാക്ക് കേട്ടതിന് ആരുടെ വാക്ക് കേട്ടു? വേറൊരു വാക്ക് കേട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അങ്ങനെ കേട്ടത് വഴി തെറ്റിപ്പോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വഴി തെറ്റിപ്പോയ ആരെങ്കിലും നിങ്ങളുടെ ഉണ്ടെങ്കിൽ അവരെ നോക്കി കൽപ്പിക്കണം, കർത്താവേ ഇപ്പോൾ തന്നെ എവിടെയുള്ള അനാവശ്യമായ എല്ലാ ബന്ധങ്ങളും ബോധ്യമാകണം. ഹല്ലേലൂയ. നിങ്ങൾ കൽപ്പിക്കണം. ഹല്ലേലൂയ. മദ്യപാനം മാറട്ടെ, എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ, കൂട്ടുകെട്ട് മാറട്ടെ, എല്ലാം വിട്ടുമാറി എന്റെ ഭർത്താവ് അനുഗ്രഹമായി മാറട്ടെ, എന്റെ മക്കളെ അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് പകൽക്കാലം കൽപ്പിക്ക് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പറ, ഞാനൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ദൈവം എന്റെ പേര് വലുതാക്കും. ഹല്ലേലൂയ. ദൈവം എന്റെ പേര് വലുതാക്കും. ഞാനൊരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമായി. ഈ ഉൽപ്പത്തി പുസ്തകം വീട്ടിൽ കൊണ്ട് വായിക്കണം. ഹല്ലേലൂയ. അബ്രാഹാമിനോട് ദൈവം പറയുന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയ. ദൈവം വിളിക്കുമ്പോ അബ്രാഹാമിന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, മക്കള് പോലും ഇല്ല. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഞാൻ വലിയൊരു ജാതിയാണ്. 70 വയസ്സാകുമ്പോഴാണ് ദൈവം വിളിക്കുന്നത്. 70 വയസ്സിലാണ് ദൈവം അബ്രാഹാമിനെ വിളിക്കുന്നത്. അപ്പോൾ ദൈവം പറയുന്നത് ഒരു കുഞ്ഞു പോലും ഇല്ല, ഒരു മോൻ പോലും ഇല്ല. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഞാൻ വലിയൊരു ജാതിയാണ്. തലമുറയില്ലാത്ത അബ്രാഹാം ദൈവം പറയുകയാണ്, ഞാൻ വലിയൊരു ജാതിയാക്കും. അടുത്ത ദൈവം അവനെ വീട്ടിൽ പുറത്തിറങ്ങിട്ട് പറയാണ്, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, ഇതേപോലെ സന്താനങ്ങളെ ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. ഇതില്ല കടൽക്കരകൾ നിർത്തിയിട്ട് പറഞ്ഞ ഈ മണലുകളെ എല്ലാം പറഞ്ഞു. അബ്രാഹാം പറഞ്ഞ പറ്റത്തില്ല. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് ഇതേപോലെ മക്കളെ തരും. ഹല്ലേലൂയ. അബ്രാഹാമിന് ചിരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എനിക്ക് ഇപ്പൊ തന്നെ 70 വയസ്സായി, ഇതുവരെ ഒരു കുഞ്ഞുങ്ങളില്ല. ദൈവം പറയുന്നു, ഈ കടൽ തരയിലെ മണൽത്തരികൾ പോലെ എനിക്ക് മക്കളെ തരുമെന്ന്. പക്ഷെ ദൈവം പറഞ്ഞത് കൊണ്ട് അബ്രാഹാമിന് വിശ്വസിച്ചു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചത് ദൈവം അത് നീതിയായിട്ട് കണക്ക്. അവർ പൊട്ടനെ പോലെ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞ വിശ്വസിച്ചു. ഹല്ലേലൂയ. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ദൈവം അവന് 90-ാമത്തെ വയസ്സിൽ ഒരു മോനെ കൊടുത്തു. ആ മോനിലൂടെ ആർക്ക് വീണ്ടും തലമുറകൾ വന്നു, അനേക ജാതികൾ വന്നു. അവന്റെ ചെറുമകന്റെ പേര് ഇന്നും ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്ന അബ്രാഹാമിന്റെ ചെറുമകന് കൊടുത്ത ദേശം. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്രാഹാമിന്റെ ചെറുമകന്റെ ദേശമാണ്. യാക്കോബ് ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി, പറഞ്ഞു, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എന്നിട്ട് ദൈവം പറഞ്ഞു, ശരി, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഹല്ലേലൂയ. അവസാനം അവന്റെ പിടിവിട്ടു. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറഞ്ഞ മറുപടി, നീ ഇത് യാക്കോബ് എന്ന് അറിയപ്പെട്ടു, പക്ഷേ നീ ഇസ്രായേൽ എന്ന് അറിയപ്പെടും. ഹല്ലേലൂയ. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി, കള്ളൻ. അവൻ പലരും പറ്റിച്ച് നടന്നവനായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ മാറ്റുന്നു, നീ ഇനി കള്ളൻ എന്ന് അറിയപ്പെടത്തില്ല, എന്റെ സ്വന്തം എന്ന് അറിയപ്പെടണം. ഹല്ലേലൂയ. അതേപോലെ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഇന്ന് ഇസ്രായേൽ രാജ്യമുണ്ട്.
ആ ഇസ്രായേലിന്റെ കയ്യിലാണ് സകല കൺട്രോളും ഇരിക്കുന്നത്. അമേരിക്ക പോലും ഇസ്രായേൽ പറയുന്നതേ കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം നോബൽ സമ്മാനം വാങ്ങിക്കൂട്ടിയതെല്ലാം അവരാണ്. നമ്മുടെ കയ്യിൽ ഫോൺ കണ്ടുപിടിച്ച അവരാണ്. യൂട്യൂബ് അവരവക, ഫേസ്ബുക്ക് അവരവക, സകലത് അവരവക. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച അവരാണ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അവരാണ്. ഹല്ലേലൂയ. സകലം യഹൂദന്മാരെ കണ്ടുപിടുത്തായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലെ അബ്രാഹാമിന് കൊടുത്ത അനുഗ്രഹം ഇന്ന് ഇസ്രായേലിനോട് പേടിയാണ്. ഹല്ലേലൂയ. ദൈവം അന്ന് അബ്രാഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്, നീ നിമിത്തം സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായി മാറും. ഞാൻ നിന്റെ പേര് വലുതാക്കും. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ചെറിയ രാജ്യമാണ്, കേരളത്തിൽ അത്രേ ഉള്ളുവെങ്കിലും ഇസ്രായേലിനെ തൊടാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. ദൈവം അബ്രാഹാമിനോട് പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് നിങ്ങളുടെ ദൂത ഇതാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെ ആർക്കും വേണ്ടാത്തവരായിരിക്കാം, എല്ലാവരും തള്ളിക്കളഞ്ഞവരായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളെല്ലാവരും കൈവിട്ട വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ പേര് വലുതാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ച് അവരുടെ പേര് വലുതാക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ എന്നോട് ആമേൻ പറയാനുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു അനുഗ്രഹത്തിന്റെ പെരുമഴ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. അനുഗ്രഹത്തിന്റെ പെരുമഴ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. അനുഗ്രഹത്തിന്റെ പെരുമഴ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. എന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. അവ നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല, അവ നിങ്ങളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇതിന് വചനം പറയുന്നു, പെറ്റമ്മനെ മറന്നാലും ഞാൻ നിന്നെ മറക്കെ ഉപേക്ഷിക്കുക ചെയ്യത്തില്ല. ആ ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി പാട്ട് മനസ്സിലാകുന്നു. തലയ്ക്ക് ചേറ്, ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ ദൈവന്റെ പേര് വലുതാക്കും. ഞാനൊരു അനുഗ്രഹമായി തീരും. എന്റെ മക്കൾ ഒരു അനുഗ്രഹമാണ്. ദൈവയുടെ പേര് വലുതാക്കും. അവരെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പറയുന്ന ഭർത്താവ് ഒരു അനുഗ്രഹമാണ്. എന്റെ ഭർത്താവിന്റെ പേര് എന്റെ ദൈവം വലുതാക്കും. എന്റെ ഭർത്താവ് ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ പറയാം, നിങ്ങളുടെ ഭർത്താവ് കള്ളു കുടിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ പറയണം, കൽപ്പിക്കണം. ഹല്ലേലൂയ. എന്റെ ഭർത്താവിന്റെ മദ്യപാന സ്പിരിറ്റ് എല്ലാം വിട്ടുമാറട്ടെ, എല്ലാ കൂട്ടുകെട്ടുകൾ മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എല്ലാ ദുർസ്വഭാവങ്ങളും മാറിപ്പോട്ടെ, എല്ലാ കൂട്ടുകെട്ടുകൾ പൊട്ടി മാറട്ടെ. നിങ്ങൾ പറയാൻ തുടങ്ങണം. പറയുമ്പോൾ തന്നെ ആ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വാതാർന്ന് പറയണം, കൽപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ പകൽക്കവിടെ ഇറങ്ങി നിൽപ്പാണ്ട് ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. അബ്രാഹാം അനുഗ്രഹിച്ചതുപോലെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കും. ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്റെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അടുത്തതിന്റെ 13-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വചനം പറയുന്നു, അബ്രഹാം ബഹു സമ്പന്നനായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം അവന്റെ മേൽ വീണപ്പോ അബ്രഹാം ബഹു സമ്പന്നൻ, ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവർ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ബഹു സമ്പന്നനായി മാറി. കാരണം ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ അനുഗ്രഹം അവന്റെ മേൽ വീണപ്പോ അവൻ ബഹു സമ്പന്നനായി മാറി. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം അവന്റെ മേൽ വീണപ്പോൾ അവൻ ബഹു സമ്പന്നനായി മാറി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വീഴുകയാണ്. ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും.
ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആരും കുറയില്ല, ആവശ്യങ്ങളൊന്നുമേ കുറയുന്നില്ല. എന്റെ വീട്ടിൽ ആകാരം കുറയില്ല, ആവശ്യങ്ങളൊന്നുമേ കുറയുന്നില്ല. എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ, എന്റെ ദൈവത്തെ പ്രാപിച്ചിടുന്ന എന്റെ
ഇന്ന് ഭക്തിക്കാല ദൈവത്തിന്റെ ഭയങ്കര മകത്തോട് വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാല സ്വർഗ്ഗം പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ദൈവം ആദാമിനോട് ഹവ്വയോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ അടക്കി ഭരിച്ച് സകലത്തെ അടക്കി ഭരിച്ച് വാഴുവിൻ. ഈ ദേശത്തിൽ വാഴാൻ പോകണം, ദേശത്തിൽ വാഴണം. നിങ്ങളെ വീട്ടിൻ്റെ അകത്ത് ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. നിങ്ങൾ അടക്കി ഭരിച്ചു വാണാലെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. നിങ്ങളുടെ മേൽ ദൈവം ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്, ഒരു അധികാരം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ, മക്കളുടെ മേൽ സകലത്തെ അടക്കി ഭരിച്ചു വാഴുവാനുള്ള അധികാരം ദൈവം നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. സകലത്തെ അടക്കി ഭരിച്ചു വാഴാനുള്ള അധികാരം എന്റെ ദൈവം നിങ്ങളുടെ മേൽ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ സകല ജാതികളിൽ വെച്ച് ഉന്നതനാക്കി മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ചലിക്കണം. ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ പേര് വലുതാക്കി നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയാണ്. നിങ്ങളുടെ ദേശത്ത് ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയാണ്. നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ പേര് വലുതാക്കിയാണ്. നിങ്ങളുടെ മക്കളുടെ പേര് വലുതാക്കിയാണ്. ഒരു അനുഗ്രഹത്തിന്റെ ഒരു പെരുമഴ ഇതുവരെ പിശാച കെട്ടിവെച്ചതിനെല്ലാം പൊട്ടിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഡാമിന്ന് വെള്ളം പൊട്ടി ഒഴുകുന്നത് പോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾ വീട്ടിന്റെ അകത്ത് ഒരു അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്തിറങ്ങുന്നു. ഓ ജീസസ്. ഇതുവരെ പല അനുഗ്രഹങ്ങൾ പിശാചി കെട്ടി ഒതുക്കി വെച്ചു, പക്ഷേ അതിനെല്ലാം പൊട്ടിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്റെ ദൈവം നിങ്ങളുടെ വീട്ടുകാരുടെ അനുഗ്രഹത്തിന്റെ പെരുമഴ, അനുഗ്രഹത്തിന്റെ പെരുമഴ ഇഫാദിന്റെ വീട്ടുകാരുടെ പെയ്തിറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാനെല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതക്കാരോടെ കാര്യം വ്യാപരിച്ചതിന് കർത്താവ് ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമായി മാറട്ടെ, അത്ഭുതമായി മാറട്ടെ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയുടെ വ്യാപരിച്ചത് കർത്താവ് ഇവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ തലമുറകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇവരുടെ പേര് വലുതാവട്ടെ, ഇവരുടെ തലമുറയുടെ പേര് വലുതാവട്ടെ, ഭർത്താവിന്റെ പേര് വലുതാവട്ടെ. ഇവർ അനുഗ്രഹമായി മാറട്ടെ, ഇവർ അത്ഭുതമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവർ അനുഗ്രഹമായി മാറട്ടെ, ഇവർ അത്ഭുതമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ഈ നട്ടല് വേദന ഭാരപ്പെടുന്നുണ്ട്, നട്ടല് വേദന ഭാരപ്പെടുന്നു. ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാൻ ഭയങ്കര സൗഖ്യം വ്യാപരിക്കും, ഭയങ്കര സൗഖ്യം വ്യാപനം. നട്ടല് വേദന വിട്ടുമാറട്ടെ. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യും. ഈ ശ്വാസത്തിന്റെ ഭാരപ്പെടുന്ന ശ്വാസത്തിന്റെ ഭാരപ്പെടുന്നു. ഇപ്പോൾ ശ്വാസത്തിന്റെ ഭാരപ്പെടുന്ന ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കിയാണ്. ദൈവം ഭയങ്കര മഹത്വം. ഇപ്പോൾ സ്വർഗ്ഗങ്ങളിൽ ഇറങ്ങി വൻകാര്യങ്ങൾ ചെയ്തതിന് നന്ദി. അതുപോലെ കാലിന്റെ ഒരു സൈഡ് കാല് നടക്കാൻ ബുദ്ധിമുട്ട് ഭാരപ്പെടുന്നു. ഇപ്പോൾ കർത്താവ് ഇറങ്ങി ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കർത്താവ് നിങ്ങളോടെല്ലാം കരണ്ട് പിടിച്ചോ. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കാലിന്റെ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഭയങ്കര സൗഖ്യം കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമായി മാറട്ടെ, ഇവർ അത്ഭുതമായി മാറട്ടെ. യേശുവിന് എല്ലാ രോഗങ്ങളും അവരെ വിട്ടുമാറട്ടെ, എല്ലാ പ്രശ്നങ്ങളും അവർ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അനുഗ്രഹമായി മാറട്ടെ. വീട്ടിൽ വലിയ അനുഗ്രഹം വെളിപ്പെടുത്തും. കർത്താവ് വീട്ടിൽ അവിടെ എത്തുമ്പോൾ തന്നെ ഇന്ന് തന്നെ അത്ഭുതങ്ങൾ അവർ കാണട്ടെ. ഇന്ന് തന്നെ അവർ അത്ഭുതങ്ങൾ കാണട്ടെ. ഇന്ന് തന്നെ അവർ അത്ഭുതങ്ങൾ കാണട്ടെ. ഇന്ന് തന്നെ ഇവർക്ക് അത്ഭുതങ്ങൾ കാണട്ടെ. ഇന്ന് തന്നെ ഇവിടെ പറഞ്ഞ വചനങ്ങൾ ഇവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ഇവർ അനുഗ്രഹമായി മാറട്ടെ. ഇവരുടെ പേര് വലുതായി തീരട്ടെ. ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ. ഇവിടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ പേര് വലുതാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഒരു തലമുറ അനുഗ്രഹമായി മാറി യേശുവിൻ നാമത്തിൽ പിതാവേ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളം അനുഗ്രഹിച്ചു. ഫേവർ പാട്ട് പാടുമ്പോൾ സ്വന്തം